വിശ്വാസത്തിന്റെ പേര് വെച്ച് മുതലെടുത്തതാണ് ഈ സംഗതി. ഒരുപാട് ആൾക്കാർ പെട്ടത് അബ്ദുൽ ലത്തീഫ് മൗലവിന്റെ മകനാന്നുള്ള അഡ്രസ്സിൽ മാത്രമേ. പുള്ളി ഒരു പണ്ഡിതനാണ്, അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. വഞ്ചിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്കെല്ലാം കഴിഞ്ഞ സെപ്റ്റംബർ വരെ പറഞ്ഞ രീതിയിൽ ലാഭവിഹിതം ലഭിച്ചു. അതിനുശേഷം ലാഭവിഹിതവുമില്ല, നിക്ഷേപിച്ച പണവുമില്ല, നിക്ഷേപം സ്വീകരിച്ച ആളുകളെപ്പറ്റി ഒരു വിവരവുമില്ല. ഈ സാഹചര്യത്തിലാണ് നിക്ഷേപക കൂട്ടായ്മ സംയുക്തമായി പോലീസിനെ സമീപിക്കുന്നത്. ഒക്ടോബർ 26-ാം തീയതി ഒരു മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലൊരു വോയിസ് ഇട്ടാണ് ഇങ്ങനെ ഈ മാസത്തെ ഷെയർ കുറച്ച് വൈകും, അങ്ങനെ GSTന്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് 2 മാസത്തെ ഷെയർ ഒന്നായിട്ട് എല്ലാവർക്കും തരാം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ മാസം 23 വരെ ക്ഷമിക്കണം, അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലിയർ ആയി തരാം എന്ന് പറഞ്ഞിട്ടാണ് മുങ്ങിയത്. നേരിട്ടും വാട്സപ്പ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെയായിരുന്നു ഇവരുടെ പ്രചാരണം. പണം നൽകിയതിന്റെ ബാങ്ക് രേഖകളും മുദ്രക്കടലാസുമെല്ലാം നിക്ഷേപകരുടെ പക്കലുണ്ട്. ഇപ്പം നിലവിൽ ഇതിൽ 146. പക്ഷെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിൽ കൊടുത്തിട്ടുണ്ട് കേസ്. ഞാൻ കൊയിലാണ്ടി കേസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ പയ്യോളി കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കേസ് പോയിട്ടുണ്ട്. എന്റെ ആങ്ങളാരൊക്കെ 1.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഒരാങ്ങള 1.5 ലക്ഷം, ഒരു നാത്തൂന് 70, അങ്ങനെ മൊത്തം 5 ലക്ഷം ഞങ്ങളെ വീട്ടിൽ നിന്ന്. നിങ്ങൾക്ക് 5 ലക്ഷം, നിങ്ങളുടെ വീട്ടിലും 5 ലക്ഷം. സലീഖിന്റെയും റിയാസ് ബാബുവിന്റെയും കുടുംബത്തെ സമീപിക്കുമ്പോൾ അവരും ഒഴിഞ്ഞു മാറുകയാണെന്നാണ് പരാതി. മതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്റെ മകന് ഞാനായിട്ട് പിരിഞ്ഞ് 25 കൊല്ലമായിരുന്നു. വേറൊരു വ്യക്തിയോട് പറഞ്ഞ് ഞാൻ 14 കൊല്ലമായി പിരിഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് മുമ്പേ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാര്യയോട് ചോദിച്ചു അവൻ എവിടെ പോയി. അന്നേരം ഭാര്യ പറഞ്ഞവന് 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കൂടുമേ വരാറുള്ളൂ, അങ്ങനെ വന്ന് വീട്ടിൽ വരാറുള്ളൂ എന്ന് പറഞ്ഞ ഭാര്യ പിന്നീട് പറഞ്ഞത് 2 മാസം 3 മാസം 4 മാസം കൈമാ വരാറുള്ളൂ എന്ന്. അപ്പോൾ ഈ ഭാര്യയോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം, ഭർത്താവ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കണമെന്ന്. 24-ാം തീയതി കേസ് കൊടുക്കാമെന്ന്, 23-ാം തീയതി കേസ് കൊടുക്കാമെന്ന് ആ പെണ്ണുങ്ങൾ പറഞ്ഞതും ഞങ്ങളെല്ലാവരും 23-ാം തീയതി കാത്തുനിന്ന് പെങ്ങൾ കേസ് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ പെങ്ങൾ അവർ പറയുന്നത് വെച്ചാൽ എന്റെ ഭർത്താവിനെതിരെ ഞാൻ കേസ് കൊടുക്കില്ല. അതിൽ തന്നെ ഒരു ദുരൂഹതയല്ലേ. 140ഓളം പേരാണ് മലപ്പുറം SP പരാതി നൽകിയത്. 1000-ലേറെ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും ഇതിൽ ഭൂരിഭാഗം പേരും പ്രവാസികളാണെന്നും നിക്ഷേപക കൂട്ടായ്മ പറയുന്നു. ചികിത്സ, വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് സുരുക്കൂട്ടിയ പണമാണ് പലർക്കും നഷ്ടമായിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം.